ചെല്ലീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എടുത്തിട്ടുള്ളത് താറാവിറച്ചിയാണ്. താറാവിറച്ചി എന്ന് പറഞ്ഞാൽ ഇത് ബ്രോയിലർ താറാവാണിത്. ഇതൊരു 1.5 കിലോ ഉണ്ട്. ഇതിൻ്റെ തൊലി നമ്മൾ കളഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ താറാവിനെല്ലാം മേടിച്ച് ഇതിങ്ങനെ കഷ്ണാക്കി നമ്മൾ മേടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത്. കറി വയ്ക്കാനായിട്ട് പോവാം വീഡിയോയിലേക്ക്. നമുക്കത് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയിലെ ചതച്ചത് കുറച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് വേവിച്ചെടുക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3 വിസിലടിച്ചാൽ മതി. ബ്രോയിലർ താറാവ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. നാടൻ താറാവല്ലല്ലോ. അപ്പോൾ ഇത് വേഗം വെന്ത് കിട്ടും. അത് കാരണം കൊണ്ട് ഒരു 2-3 വിസിലടിച്ചാൽ മതിയാവും. 2 വിസിലൊക്കെ മതി. അപ്പോൾ എന്നാലും 3 വിസിലായിക്കോട്ടെ. നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ വെന്ത് വരട്ടെ. നമ്മൾ 3 അടി അടിച്ചു. നമുക്ക് ഓഫ് ചെയ്യാം. നമ്മൾ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങക്കൊത്തൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു 2 കഷ്ണം പട്ട, തക്കോലം, ഏലക്കായ എല്ലാം നോക്കിയിട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സബോള ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10 ചെറിയ ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനാണ് നമ്മൾ ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ നമ്മുടെ എരിവിനനുസരിച്ച് പൊടി നമ്മൾ ചേർത്താൽ മതി. പൊടിയുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. തക്കാളി ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും തീ കുറച്ചിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇറച്ചി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നമ്മൾ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി എന്തായാലും നമ്മൾ ചേർക്കണം. താറാവിറച്ചി ആയ കാരണം കൊണ്ട്. താറാവിറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി കറിയാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ.
തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ താറാവിറച്ചിക്കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.